Hi students, here we are going to discuss about the orientation effect of substituents. Orientation effect of substituents towards electrophilic substitution reaction. Okay, directly influence of the group. എന്താണ് ഈ ഓറിയന്റേഷൻ ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ ഏതാണ് കണ്ടത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് കണ്ടത്. അപ്പോൾ ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ അരോമാറ്റിക് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ ഫേർദർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏത് പൊസിഷനിൽ നടക്കും? ഓർത്തോ പൊസിഷൻ, മെറ്റാ പൊസിഷൻ ഓർ പാരാ പൊസിഷൻ. നമുക്കറിയാം, ഒരു അരോമാറ്റിക് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൂപ്പ് സൈഡിലുള്ള രണ്ട് കാർബൺ ആറ്റത്തിനെ ഓർത്തോ കാർബൺ എന്ന് പറയും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാർബൺ ആറ്റത്തിന് പാരാ എന്ന് പറയും. ഇനി എന്താണ്, തേർഡ് വൺ കാർബൺ ആറ്റത്തിന് മെറ്റാ പൊസിഷൻ എന്ന് പറയും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ചില ഗ്രൂപ്പിന്റെ പ്രസൻസിൽ ഈ അരോമാറ്റിക് റിങ് ഫേർദർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുന്നു, ഹൗ ദാറ്റ് ഗ്രൂപ്പ്സ് അഫക്റ്റിംഗ് ദിസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ്, ഒരു ബെൻസിൻ റിങ്ങിൽ ചില സബ്സ്റ്റിറ്റ്യൂവൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഇലക്ട്രോഫിലിക് റിയാക്ഷൻ മോർ റിയാക്റ്റീവ് ആണ്. ഇലക്ട്രോഫിലിക് റിയാക്ഷനെ കൂടുതൽ ഫേവർ ചെയ്യുമെങ്കിൽ അതിനെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്നും. അത് സബ്സ്റ്റിറ്റ്യൂവൻസ്, അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂൻസ്, ബെൻസിൻ റിംഗ് ഉണ്ട്, അതിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ബെൻസിൻ റിംഗിൽ ആ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ്സ് ആ ബെൻസിൻ റിങ്ങിന് കൂടുതൽ ഇലക്ട്രോഫിലിക് അറ്റാക്കിന് സജ്ജമാക്കാൻ അല്ലെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ആൻഡ് സംടൈംസ് ദീസ് ഗ്രൂപ്പ്സ് കോസ് ദാറ്റ് ബെൻസിൻ റിംഗ് ടു ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ദിസ് ഇലക്ട്രോഫിലിക് further electrophilic substitution reaction. So that type of group is known as deactivating group. ഇനി നമ്മൾ വേറെ എന്താ കാര്യം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്ടിവേറ്റ് ചെയ്യുന്ന ഡീആക്ടിവേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഈ ഗ്രൂപ്പിന്റെ പ്രസൻസ് കൊണ്ട് ഏതെങ്കിലും ഓർത്തോ പൊസിഷൻ ഓർ പാരാ പൊസിഷൻ ഓർ മെറ്റാ പൊസിഷൻ ആയിരിക്കും കൂടുതൽ ഇലക്ട്രോഫിലിക് റിയാക്ഷന് ഫേവറബിൾ ആവുക. അതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഓർത്തോ ഓർ പാരാ പൊസിഷൻ ആണ് കൂടുതൽ ഇലക്ട്രോഫിലിക്കിനെ സജ്ജമാകുന്നതെങ്കിൽ ദാറ്റ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ മെറ്റാ പൊസിഷൻ ആണ് കൂടുതൽ ഇലക്ട്രോഫിലിക് റിയാക്ഷന് റിയാക്റ്റീവ് ആവുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ദി സബ്സ്റ്റൻസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഏതൊക്കെയാണ് ഈ ഓർത്തോ പാരാ ഡയറക്റ്റേഴ്സ്, ഏതാണ് മെറ്റാ ഡയറക്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആർ അറ്റാച്ചിങ് ടു ദിസ് ബെൻസീൻ റിംഗ് ദാറ്റ് വിൽ ആക്ട് ആസ് എൻ ഓർത്തോ പാരാ ഡയറക്റ്റേഴ്സ് ഓർ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഇനി മോഡറേറ്റ്ലി ആക്റ്റീവ് ഗ്രൂപ്പ്സ് ലൈക്ക് ഇതും ഒരു എന്താണ്, ഇലക്ട്രോൺ റിലീസിംഗ് ആണ്. ദാറ്റ് ഓൾസോ, ബട്ട് അതിന്റെ റിയാക്റ്റീവ് ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി ഈസ് സംവാട്ട് ലെസ് ദാൻ ദിസ് type of groups. So this is also a orthopara directors. And a weakly activating group like this methylene CH3 or something, that will also is a orthopara directors. And even though it is a deactivating group, some groups will act as an orthopara directors. That is the halide groups. Then moderately deactivating groups like CHO, COR, that also are meta directors, and strongly deactivating groups are meta directors. ഇതിനെക്കുറിച്ചാണ് നമ്മളിനി അതെങ്ങനെയാണ് ഉള്ളതിൻ്റെ കുറച്ച് ഉദാഹരണം നമ്മളിവിടെ കാണാം. OH നമ്മൾ എവിടെയാണ് വരുന്നത്?
OH is the strongly activating. So നമുക്കറിയാം എന്താണ് ഓർത്തോ പാരാ ഡയറക്ടേഴ്സ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടുന്ന ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻസ് കിട്ടുന്നത്. ഇനി ഇത് ഓരോന്നിൻ്റെയും ഉദാഹരണം നമുക്ക് കാണാം. ഇത് സ്ട്രോങ്ലി ആക്ടിവേറ്റഡ് ആയതുകൊണ്ടാണ് ഓർത്തോ ഓർ പാര കിട്ടുന്നത്. പിന്നെ ഇത് ലെസ് ആക്ടിവേറ്റഡ് ആയതുകൊണ്ട് ഓൺലി ഓർത്തോ ഓർ പാര എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. ഇവിടെ എന്താണ് ട്രൈ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത്, ഇവിടെ ഓൺലി മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത്. നമുക്കിനി ഇതാ ഇവിടെയും നോക്കൂ. ഈസ് ഓൾസോ an ortho para directing. ഇനി NO2. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം it is if you are using a fuming HNO3 and H2SO4 in the case of benzoic acid. ഇവിടെ ക്ലോറോബെൻസോയിക് ആസിഡിൽ ഇസ് പാരാ ഡയറക്റ്റിംഗ് ആണ്. പക്ഷെ ഇവിടെ COH ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ് ഇറ്റ് ഇസ് ഫോമിങ് എ നൈട്രോ ബെൻസോയിക് ആസിഡ് ഗ്രൂപ്പാണ്. ഇനി നൈട്രോ ഉണ്ടെങ്കിലും ദർ ഓൾസോ വിൽ ഗെറ്റ് എ മെറ്റാ നൈട്രോ കോമ്പൗണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ ഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ് എങ്ങനെ വരുന്നത്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് പറഞ്ഞ ഓൾറെഡി ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാം ഇറ്റ് ഈസ് എ പ്ലസ് എം ഇഫക്റ്റ് ഗ്രൂപ്പാണ് എന്ന് പറയാം. പ്ലസ് എം ഇഫക്റ്റ് ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ഏതിലാണ് ഈ പിന്നെ മീസോമറിക് ഇഫക്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് പിന്നെ പ്ലസ് എം ഇഫക്റ്റ് ഗ്രൂപ്പ് ആർ ആക്ടിവേറ്റിംഗ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഇല്ല ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഒരു ഓർത്തോ പൊസിഷനിലും ഈ പാരാ പൊസിഷനിലാണ് കൂടുതൽ ഇലക്ട്രോൺ ക്ലൗഡ് കാണുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് പറയാം അടുത്ത വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസിന് പിന്നെ ഇലക്ട്രോഫൈലിന് കൂടുതൽ ഈ ഓർത്തോ പൊസിഷനെയും പാരാ പൊസിഷനെയും അറ്റാക്ക് ചെയ്യാനാണ് പറ്റുക. ഇനി പക്ഷെ നമുക്കിവിടെ പറയാം മെറ്റാ പൊസിഷനിലൊന്നും ആ ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് നമ്മൾ കാണുന്നില്ല. ഇനി എന്താ പറഞ്ഞത്, ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പും ഇതിപ്പോൾ OH സ്ട്രോങ്ലി ആക്ടിവേറ്റഡ് ഗ്രൂപ്പ്സിന്റെ പറഞ്ഞ് നമ്മളിനി വീക്ക്ലി ആക്ടിവേറ്റഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഓർത്തോ ഡയറക്ടേഴ്സിലായിരിക്കും കൂടുതൽ നിൽക്കുക എന്നുള്ള കാര്യം. ഇനി വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സിൽ എടുക്കുമ്പം നമുക്ക് ഒരു ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് ഓൾസോ വി ക്യാൻ സീ ദാറ്റ്. ഇവിടെ കാണാം hyper conjugative effect also we can see that the ortho or para position is forming. Ortho or para position will form. Next, meta-directing group. Meta-directing it is a deactivating, and due to that deactivation, നമുക്ക് എന്ത് പറയാം ഈ ഓർത്തോയിലും പാരായിലും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ മെറ്റയിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഇലക്ട്രോൺ റിച്ച് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മെറ്റാ പൊസിഷനിലേക്ക് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു പറയുന്നത് ഈ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ. ഇനി വേറെ ഒരു കാര്യം ഓർത്തോ പാര റേഷ്യോ. നമ്മൾ പറഞ്ഞ ഈ ഓർത്തോ പാര ഡയറക്ടേഴ്സിൽ ഓർത്തോ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം, പാരാ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കില്ല, ഈക്വൽ പ്രോഡക്റ്റ് ആയിരിക്കില്ല. ഓർത്തോ ഇത്ര 50%, പാരാ 50% എന്നുള്ള രീതിയിലല്ല പല റിയാക്ഷൻസും പ്രൊസീഡ് ചെയ്യുന്നത്. അതിൻ്റെ റേഷ്യോ വിൽ ബി ഡിഫറെൻറ്റ്. അതെങ്ങനെ റേഷ്യോ മാറുന്നത് എന്നുള്ളതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നൈട്രോ ഗ്രൂപ്പ് കണ്ട ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ CH3 ആണെങ്കിൽ കൂടുതൽ എന്താണ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ബി മോർ പോസിബിൾ. എന്തുകൊണ്ട് നമുക്ക് അവിടെ പറയാം ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് വരുന്നതുകൊണ്ട് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ബി മോർ പോസിബിൾ എന്ന് പറയും. പക്ഷെങ്കിൽ അതിൻ്റെ ഈ പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ക്ലൗഡിങ് കൂടുതൽ വരുമ്പോൾ പാരാൽ പോകും. എന്തുകൊണ്ട് നമുക്ക് പറയാം ഇവിടെയാണ് ഇപ്പോൾ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും. ഡ്യൂ ടു ദ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതൽ പാരാ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദീസ് തിങ്സ്. താങ്ക് യു.